ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നൂഡിൽസ് വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. പാക്കറ്റ് നൂഡിൽസൊക്കെ കഴിക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ നൂഡിൽസ് ഉണ്ടാക്കി നോക്കുക. അപ്പം വീട്ടിൽ എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കാണിക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ നൂഡിൽസിലോട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മീഡിയം സൈസ്ഡ് തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിനെ എടുക്കട്ടോ, നല്ല റെഡ് കളറുള്ളത്. അതിലോട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുക കേട്ടോ. ഞാൻ ഒന്നുകൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടൊമാറ്റോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പം ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആദ്യം അതൊന്ന് ഇട്ടിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുത്ത ശേഷം അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ തക്കാളിയുടെ ഒരു പച്ചച്ചോവ ഉണ്ടല്ലോ അത് മാറിക്കിട്ടണം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക. ഓപ്ഷണലാണ്, പക്ഷെ ഇട്ട് കൊടുക്കുമ്പം ഒന്നുകൂടെ ഫ്ലേവർഫുൾ ആവും. നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ ആ ഒരു സ്പൈസ് പൗഡർ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് പകരം നമ്മളിപ്പം ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നത്. അത് ഒന്നും ഇങ്ങോട്ട് കുക്കായ ശേഷം അതിലോട്ട് ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എല്ലില്ലാത്ത പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കന് കുറച്ചുള്ളെങ്കിലും നമുക്കൊരു ചിക്കൻ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. ഇനി ഈ ചിക്കൻ ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കാവണം, എന്നാലേ ഈ ഒരു സോസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പച്ചമണം മാറണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഓപ്ഷണലാണ്, പക്ഷേ പച്ചക്കറികളൊക്കെ ഇതുപോലത്തെ റെസിപ്പീസിലൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും, ഒരു 1/2 കപ്പ് ബീൻസും 1/2 കപ്പ് ക്യാരറ്റും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഒരുപാടൊന്നും വേണ്ട, ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ക്യാരറ്റും ബീൻസും ഒന്നുണ്ട് കുക്കായി കിട്ടണം ഇതിൽ കിടന്നിട്ട്. അപ്പോൾ നമ്മുടെ മസാല ഇനി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കുക്കാവട്ടെ. അപ്പോഴേക്കും ഞാനിവിടെ നമ്മുടെ പാസ്ത ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ സ്പെഗറ്റിയാണ് എടുക്കുന്നത് കേട്ടോ. സ്പെഗറ്റി ഒരു ടൈപ്പ് പാസ്തയാണ്. നമ്മൾ മക്രോണീൻ്റെ പോലെ തന്നെ ഒരു പാസ്തയാണ്, ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ പേര് സ്പെഗറ്റി എന്നാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, സേമിയ പോലെ നീളമുള്ള കുറച്ച് വീതിയുള്ള ഇതായിരിക്കും. അപ്പം ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, പക്ഷേ അറിയാത്തവർക്കാണ് കേട്ടോ പറയുന്നത്. ഇതൊരു പാസ്തയാണ്, ഇതൊരു ടൈപ്പ് പാസ്തയാണ്. അപ്പോൾ ഇതുപോലെ നല്ലോണം വെട്ടിത്തിളക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പെഗറ്റി ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ അലിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ കാണുമ്പം വിചാരിക്കും എങ്ങനെ കുക്ക് ചെയ്യുക എന്നുള്ളത്. ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം സോഫ്റ്റായിട്ട് വന്നാൽ അതിലങ്ങോട്ട് അലിഞ്ഞു പോകും. പിന്നെ അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കരുത്, നീളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. കുട്ടികൾക്ക് അങ്ങനെ നൂഡിൽസ് ഇങ്ങനെ വലിച്ച് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം. നല്ലോണം വെട്ടിത്തിളക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിപ്പോൾ വെന്തുകളോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കുക. അപ്പോൾ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇത് കഴുകിയെടുക്കുമ്പം ആദ്യം നമ്മൾ നേരെ ഒരു ഓട്ടപാത്രത്തിലോട്ട് മാറ്റുക. എന്നിട്ട് പച്ചവെള്ളത്തിൽ നമ്മൾ ടാപ്പ് വാട്ടറിൽ നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. എന്നാൽ അതിലെ ആ സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവും, അത് പോയി കിട്ടുള്ളൂ. സാധാ പച്ചവെള്ളത്തിൽ ഒന്നിട്ട് കഴുകിയെടുത്താൽ മതി. ഈ ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് ചൂട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു സ്പെഗറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ അതിൽ മസാല ഒന്നും പിടിക്കാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു ഗ്രേവി ആയിട്ട് നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കുന്നത്. ഇങ്ങനെ ഗ്രേവിയിൽ നമ്മൾ സ്പെഗറ്റി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം മസാല കൊടരായിട്ട് സ്പെഗറ്റി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. നമ്മൾ സാധാരണ മാക്രോണി പോലെയല്ല, സ്പെഗറ്റി ഒന്നുകൂടെ അങ്ങോട്ട് ഫ്ലേവർഫുൾ ആവണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സ്പെഗറ്റി വേവിച്ച് വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പം 2 സ്പൂൺ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ, എന്നാലും നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രേവിയിൽ കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ, ആ ഒരു ഗ്രേവിയിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
പിന്നെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഈ സ്പെഗറ്റി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് മസാലയിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പം ഉപ്പ് കുറച്ചുകൂടെ വേണമായിരുന്നു, ഞാൻ ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചീസ് ഇഷ്ടമുള്ളവർക്ക് മേലെ ചീസ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇനിയിപ്പോൾ ക്രീമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല്, ഫ്രഷ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ക്രീം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, കുറച്ച് പാൽ, ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് പാൽ, ഒരു ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് വേണമെങ്കിൽ സ്പെഗറ്റി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഗറ്റി ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പെഗറ്റി റെഡി ആയിട്ടുണ്ട്. നൂഡിൽസ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഈ പാസ്റ്റയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്രോണി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ പാക്ക് സെപ്പറേറ്റ് കിട്ടുമല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഡിന്നറിന് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മതിയാകും. നല്ല ടേസ്റ്റാണ്, കുറച്ചൊരു ക്രീമി പരുവാണ്. അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുട്ടികളുള്ള വീടുകളിൽ കുട്ടികൾക്ക് നൂഡിൽസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, സോസുകളോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഒട്ടും തന്നെ നിർബന്ധമില്ല, ചേർക്കുമ്പം ആ ഒരു കറക്റ്റ് നൂഡിൽസിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.